welcome back to Raise Agan. कुमुद फूल बेचने वाली लड़की दोस्ती आत्मी का चेहര വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് കവിതകളാണ് നമുക്ക് +2 ൽ പഠിക്കാനുള്ളത് അല്ലേ ഈ കവിതകളിൽ നിന്നും ആസ്വാദനക്കുറിപ്പ് അല്ലെങ്കിൽ ആശയലേഖനം വരിക 8 മാർക്കിനാണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ പാഠങ്ങൾ ഈ ഒരു ഒറ്റ വീഡിയോയിൽ നമുക്ക് പഠിക്കാം നോക്കൂ ആദ്യം കുമുദ് ഫൂൽ ബേച്ചനെ വാലി ലड़की എന്ന കവിത നോക്കാം ONV കുറുപ്പാണ് ഈ കവിതയുടെ റൈറ്റർ അനുവാദം ചെയ്തത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഡോക്ടർ എസ് തങ്കമണി അമ്മ നോക്കാം कुमुद फूल बेचने वाली लड़की ONV कुरुप जी की मलयालम कविता का हिंदी अनुवाद है कुमुद फूल बेचने वाली लड़की എന്നത് ONV കുറുപ്പിന്റെ ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടി എന്ന മലയാളം കവിതയുടെ ഹിന്ദി അനുവാദമാണ് कवि कहना चाहते हैं कि गरीबों की भूख मिटाने से बढ़कर कोई पुण्य नहीं है ഇവിടെ കവി പറയുന്ന കാര്യം എന്താണ് അതായത് പാവപ്പെട്ടവരുടെ വിശപ്പ് മാറ്റുക എന്നതിനേക്കാളും കൂടുതലായിട്ട് ഒരു പുണ്യപ്രവൃത്തിയും ഇല്ല കവി ഏക് ബാർ ഗോവ കെ ശ്രീ മംഗേഷ് മന്ദിർ ഗയേ ഒരു തവണ കവി എന്ത് ചെയ്യുന്നുണ്ട് ഗോവയിലെ ശ്രീ മംഗേഷ് അമ്പലത്തിൽ പോയപ്പോൾ ഉസ് മന്ദിർ കെ ഇഷ്ടദേവ് കാ ഇഷ്ട നൈവേദ്യ ഹേ കുമുദ് ഫൂൽ ആ ഒരു അമ്പലത്തിലെ ദേവന്റെ പ്രതിഷ്ഠയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നൈവേദ്യമാണ് എന്ത് കുമുദ് ഫൂൽ എന്നുള്ളത് ആമ്പൽപ്പൂ എന്നുള്ളത് മന്ദിർ കെ പാസ് കുമുദ് സരോവർ ധാ അമ്പലത്തിന്റെ അടുത്തായിട്ട് എന്തുണ്ട് ആമ്പൽ കുളവുമുണ്ട് നോക്കാം രാസ്തേ മേ കുമുദ് ഫൂൽ ബേച്ചനെ വാലി ലड़कियां മാർഗദർശി കി തര ഖടി ഥി വഴിയിലൊക്കെ ഇങ്ങനെ ആമ്പൽ പൂക്കൾ വിൽക്കുന്ന പെൺകുട്ടികളൊക്കെ മാർഗദർശികളെ പോലെ വഴികാട്ടിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് ഉന്മേ സേ ഏക് ലड़की കവി കെ സാമനെ ആകർ ദയനീയ സ്വർ മേ ബോലി അതിലൊരു പെൺകുട്ടി വളരെ ദയനീയ സ്വരത്തില് കവിയോട് പറയാണ് മേരെ ഹാത്ത് സേ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൂ എന്ന് പറയുകയാണ് കവിനെ ദേക്കാക്കി ഫൂൽ और लड़की का मुख दोनों मुरझाए हुए हैं അപ്പൊ രണ്ടും അതായത് കവി നോക്കുമ്പോ ഈ പെൺകുട്ടിയുടെ മുഖവും അതുപോലെ തന്നെ ആ പൂവും വാടിയിരിക്കുന്നുണ്ട് കവിനെ लड़की के हाथ में फूल के दाम के रूप में एक छोटा सिक्का रख दिया കവി ഇവിടെ എന്ത് ചെയ്യുകയാണ് ആ പൂവിന്റെ വില എന്ന രീതിക്ക് ഒരു ചെറിയ നാണയത്തുക അവളുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് കവി की राय में ये फूल उस लड़की के लिए अन्न है കവിയുടെ അഭിപ്രായത്തിൽ കവിയുടെ ഒരു ദൃഷ്ടിയിൽ എന്താണ് ആ ഒരു പൂവ് എന്നുള്ളത് ആ പൂ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് ആ കുട്ടിയുടെ അന്നത്തെ ദിവസത്തെ ഭക്ഷണം അല്ലെ അതുകൊണ്ട് തന്നെ അത് അവളുടെ അന്നമാണെന്ന് കവി മനസ്സിലാക്കുകയും ये फूल बेचकर अन्न का पैसा कमाती है അപ്പൊ പെൺകുട്ടിയുടെ ആ ഒരു ഉദ്ദേശം മനസ്സിലായി എന്നാണ് പറയുന്നത് ഉസ്കി ഭൂക്ക് മിട്ടാനെ സേ ബഡ്കർ കോയി പുണ്യ കർമ്മ നഹി ഹെ അവളുടെ ആ ഒരു വിശപ്പ് മാറ്റുക എന്നതിനേക്കാൾ വലുതായിട്ട് ഒരു പുണ്യ പ്രവൃത്തിയും ഇല്ല എന്നാണ് ഇവിടെ കവി പറയുന്നത് ഇസ്ലിയേ വേ ബിനാ ഫൂൽ ലിയേ ഖാലി ഹാത്ത് മന്ദിർ കി ഓർ ആഗേ ബഡേ പക്ഷേ അദ്ദേഹം അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു പൂവ് സ്വീകരിച്ചില്ല അത് വേറെ ആർക്കെങ്കിലും വിറ്റോട്ടെ അപ്പോ കവി कहना चाहते हैं कि गरीबों की भूख मिटाने से बढ़कर कोई पुण्य नहीं है ഇവിടെ കവി വീണ്ടും പറയുകയാണ് എന്ത് ദരിദ്രരുടെ അല്ലേ പാവപ്പെട്ടവരുടെ വിശപ്പ് മാറ്റുക എന്നതിനേക്കാളും വലുതായി ഒരു വ്യക്തിയുടെ വിശപ്പ് മാറ്റുക എന്നതിനേക്കാളും വലുതായി വേറെ ഒരു പുണ്യ പ്രവൃത്തിയും ഇല്ല എന്നാണ് ഈ കവിതയിൽ പറയുന്നത് അപ്പൊ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കവിതയാണ് ഉറപ്പായിട്ടും ഈ ഒരു കവിതയുടെ സമ്മറി പഠിച്ചു വെക്കണം ഓക്കെ നമ്മുടെ അടുത്ത കവിതയാണ് ദോസ്തി എന്നുള്ളത് ദോസ്തി കവിത पर आस्वादन टिप्पणी लिखे ओके श्रेष्ठ हिंदी गीतकार श्री आनंद बख्शी का जन्म 1930 को वर्तमान पाकिस्तान के रावलपिंडी में हुआ ഇത് കാരണം ഈ ഒരു ദോസ്തി എന്ന സോങ് വളരെ ഫേമസ് ആയതുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ പറയേണ്ടി വന്നത് ഓക്കെ ഭല ആത്മി ഫിലിം में उनका पदार्पण हुआ उनका प्रसिद्ध गीत है शोले फिल्म की ये दोस्ती हे दोस्ती हम नहीं छोड़ेंगे ആ പാട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടില്ലേ इस गीत का संगीतकार RT बर्मन और पार्श्व गायक किशोर कुमार और मनाटे है അതായത് ഈ പോയിന്റ്സുകളൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കണം ഓർത്ത് വെക്കണം കാരണം ഇത് നമ്മുടെ പാഠത്തിൽ സ്പെഷ്യൽ ആയിട്ടും എടുത്തു പറയുന്ന കുറച്ച് ആളുകളാണ് അത് ഉറപ്പായിട്ടും നമ്മൾ ഒരു ടിപ്പണി എഴുതുമ്പോൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ മെൻഷൻ ചെയ്തിരിക്കണം നോക്കൂ മേരെ ദോസ്തി ഹം നഹി തോടേങ്കെ എന്റെ സൗഹൃദം ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല പൊട്ടിക്കില്ല മൃത്യു കെ അവസർ പർ ഭി മേരാ സാത്ത് നഹി ചോടേങ്കെ മരണം വരെയും ഞാൻ ഈ ഒരു സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകും ദോസ്തി കോ ബനായെ രഖ്നെ കെ ലിയെ ജാൻ ഭി ദേനെ കെ ലിയെ യേ ദോ മിത്ര തയ്യാർ ഹെ അതായത് ഫ്രണ്ട്ഷിപ്പില് രണ്ട് വ്യക്തികൾ തീരുമാനിക്കുകയാണ്
അവന് വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറാണ്. അത്രയ്ക്കും ദൃഢമായ ഒരു സൗഹൃദത്തെ കുറിച്ചാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. ദോനോ കാ ദുഃഖ് ഓർ ജാൻ ഭി ഏക് ഹൈ, രണ്ടുപേരുടെയും സങ്കടവും സന്തോഷവും ഒക്കെ ഒന്നാണ് എന്നാണ് പറയുന്നത്. ദോനോ കി ദൃഷ്ടി ഏക് സമാൻ ഹൈ, ഒരേ ദൃഷ്ടികോൺ. സുഖ് ഓർ ദുഃഖ് മേ ദോനോ ഏക് സാത്ത് രഹത്തെ ഹൈ, സുഖത്തിലായാലും ദുഃഖത്തിലായാലും രണ്ടുപേരും ഒരുപോലെ നിൽക്കുകയാണ്. ദോനോ കോശിഷ് കർത്തെ ഹൈ കി അഗർ ഈശ്വർ കി കൃപാ ഹോ തോ യേ ദോസ്തി ഇസി തര ബഡേഗി. അപ്പൊ അവർ രണ്ടുപേരും പ്രാർത്ഥിക്കുകയാണ് എന്ത്, ഈശ്വരൻ എന്നും ഞങ്ങളെ ഇതുപോലെ സുഹൃത്തായി തന്നെ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലെ. അപ്പൊ ഇത്രയും പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജീവൻ മേ ദോസ്തി കാ സ്ഥാൻ മഹത്വപൂർണ്ണ, അതിന്റെ കൂടെ നമുക്ക് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എഴുതി ചേർക്കാവുന്ന മാക്സിമം പോയിന്റ്സ് നമുക്ക് എഴുതി ചേർക്കാൻ വേണ്ടി പറ്റണം. ഓക്കെ, അതിനുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. ജീവൻ മേ ദോസ്തി കാ സ്ഥാൻ മഹത്വപൂർണ്ണ ഹേ, ജീവിതത്തിൽ ഫ്രണ്ട്ഷിപ്പിന്റെ സൗഹൃദത്തിന്റെ സ്ഥാനം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദോ വ്യക്തിയോ കെ ബീച്ച് കാ ആത്മസംബന്ധ ദോസ്തി കാ ആധാർ ഹേ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആത്മസംബന്ധമാണ് എന്ത്, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആധാരം. ഏക് കഹാവത്ത് ഹെ, ഒരു പറച്ചിലുണ്ട് എന്ത്, ആപ്കാ മിത്ര അച്ഛാ ഹെ തോ ആപ്കോ ദർപ്പൺ കി കോയി ആവശ്യകത നഹി ഹെ, നിന്റെ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു പറച്ചിലുണ്ട്. ദോനോ കോ ചുൻതേ സമയ ദോസ്തോ കോ ചുൻതേ സമയ ഹമേ ബഹു സതർക്ക് രഹനാ ചാഹിയെ, നമ്മൾ ഇനി ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരുപാട് കെയർഫുൾ ആയിരിക്കണം. ക്യോങ്കി കുച്ച് ലോഗോं की मित्रता സച്ചി നഹി ഹോത്തി, പറയാനുള്ള കാരണം എന്താണ്, കുറച്ച് ആളുകളുടെ ഫ്രണ്ട്ഷിപ്പ് എന്താണ്, നല്ലതായിരിക്കില്ല. असली दोस्ती में एक दूसरे को पूर्ण रूप से जानता है, अपनी बातें बिना कोई हिचक से दूसरे से बांटते हैं. അതായത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പില് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ പൂർണ്ണമായും മനസ്സിലാക്കും എന്നാണ് പറയുന്നത്. സച്ചാ മിത്ര മിൽന ബഡേ സൗഭാഗ്യക്ക് ബാത് ഹോത്തി ഹെ, നല്ലൊരു സൗഹൃദം കിട്ടുക എന്നത് വളരെയധികം ഭാഗ്യം ഉള്ള ഒരു കാര്യമാണ്. സച്ചാ മിത്ര കിസി ബി ആപത്തി മേ അപ്നെ മിത്ര കോ ചോഡ്കർ നഹി ജാത്ത, ഒരു നല്ല സുഹൃത്ത് ഒരിക്കലും ഒരു സുഹൃത്തിനെ വിട്ട് പോകില്ല. വേ സുഖമേ ഹോയാ ദുഃഖമേ സാത്ത് രഹത്തെ ഹെ, അവർ സുഖത്തിലായാലും ദുഃഖത്തിലായാലും ഒക്കെ ഒരുമിച്ച് തന്നെ ഉണ്ടാകും. सच्ची मित्रता में जाति धर्म आदि किसी भी भेदभाव की भावना नहीं होती. सच्चे मित्रों से अलग होना बहुत दुखदायक होता है. समाज में जीने के लिए अच्छी दोस्ती बहुत सहायक होता है. ഇന്ന് സൊസൈറ്റിയിൽ ജീവിക്കണമെങ്കിൽ ഒരു സൗഹൃദം കൂടിയേ തീരൂ അല്ലെ, ഒരു സൗഹൃദ വലയം ഉറപ്പായിട്ടും വേണം. അപ്പൊ അത് നല്ല സൗഹൃദമാകണം. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠം തന്നെയാണ്. ഇപ്പൊ പഠിച്ച ഈ ഒരു നോട്ട്സിൽ നമ്മൾ രണ്ട് ചോദ്യത്തിന് ഉത്തരം പഠിച്ചു. ഒന്ന്, സച്ചി മിത്രത, നല്ല ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ടിപ്പണി എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഇത് എഴുതി വെക്കാം. രണ്ടാമതായിട്ട് ദോസ്തി എന്ന കവിതയുടെ ആശയവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ അടുത്ത കവിതയാണെന്ത്, ആത്മീ കാ ചെഹര എന്നുള്ളത്. അപ്പൊ ആത്മീ കാ ചെഹര കവിത पर ആസ്വാദൻ ടിപ്പണി ലിഖേ, അല്ലെങ്കിൽ ആത്മീ കാ ചെഹര കവിത की ആശയ ലിഖേ എന്നൊക്കെ ആയിരിക്കും ചോദ്യം വരാം. നോക്കാം. ആത്മീ കാ ചെഹര കുംവർ നാരായൺ ജി की एक സമകാലീൻ കവിത है. ഇതൊരു സമകാലീന കവിതയാണ്. इसमें കവി ശ്രമികോं के महत्व के बारे में कहते हैं. ഇവിടെ കവി എന്താണ് പറയുന്നത്, ശ്രമികോं के, പരിശ്രമിക്കുന്നവരുടെ മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത്. കൂലി पुकारते समय एक आदमी कवि के सामने आकर गड़ा हो गया. കൂലി എന്ന് വിളിച്ചപ്പോൾ തന്നെ ഒരു വ്യക്തി കവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. കവി കെ സമാൻ ഉഡാക്കർ ചലനെ ലഗ, കവിയുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട്, സാമാൻ ഉഡാക്കർ അല്ലെ, സാധനങ്ങൾ ഒക്കെ എടുത്തുകൊണ്ട് അവരുടെ പിറകിൽ നടക്കുകയാണ്. കവി അപ്നെ കോ ശ്രേഷ്ഠ और കൂലി കോ നിഷ്കൃഷ്ട തുച്ഛ മാനത്തെ थे. അപ്പോൾ എന്താണ്, കവിയെ തന്നെ ശ്രേഷ്ഠനാക്കിയിട്ടും ഈ കൂലി, അതായത് കൂലി എന്ന ഈ ഒരാളെ, അതൊരു റെപ്രസെന്റേഷൻ ആണ്. അതായത് ദരിദ്രരുടെ, പാവപ്പെട്ടവരുടെ ഒരു റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൂലി എന്ന് പറയുന്നത്. അപ്പൊ അവരെ എന്താ തുച്ഛമായിട്ടുമാണ് കാണുന്നത്. ഇസ്ലിയെ കവി ഉസ്കെ 10 കദം പീछे ചല, അതുകൊണ്ട് തന്നെ എന്താണ്, കവി അവരുടെ പിറകിലാണ് നടന്നത്. ഇവര് മുന്നിൽ നടക്കുന്നു, കവി അവരുടെ കുറച്ച് പിറകിൽ. സ്റ്റാൻഡേർഡിന്റെ പ്രശ്നമാണ് ഇവിടെ പറയുന്നത്. അനേക് യാത്രാവുമേ വ കവി കെ സമാൻ ഹോ ചുക്കാത, ഒരുപാട് യാത്രകളിലും ഇവിടെ കവിയുടെ സാധനങ്ങൾ ഈ കൂലി എടുത്തിരുന്നു. ലേക്കിൻ ഉസ്കാ ചെഹ്റ കവി കോ യാദ് നഹീ ഥാ, പക്ഷെ അവരുടെ ആ ഒരു ഫേസ് കവിക്ക് ഒട്ടും ഓർമ്മയുണ്ടായിരുന്നില്ല. വ കൂലി കോ ലാൽ കമീസ് പർ ടംഗെ നമ്പർ സെ പെഹചാൻ ഥാ, ഇവിടെ എന്താണ്, ആ ചുവന്ന യൂണിഫോമും അതുപോലെ തന്നെ അതിന്റെ മുകളിൽ പിടിപ്പിച്ചിരിക്കുന്ന ആ ഒരു നമ്പർ മാത്രമേ കവി അവിടെ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ലേക്കിൻ ആജ് അപ്നാ സാമാൻ ഖുദ് ഉഡാനെ പർ കവി കോ ഏക് ആദ്മി കാ ചെഹ്റ യാദ് ആയ, പക്ഷേ ഇന്ന്
കവി എത്തി നിൽക്കുന്നത് വേറൊരു അവസ്ഥയിലാണ്. ആ അവസ്ഥ മാറി ദുരവസ്ഥയായ സമയത്ത് കവിക്ക് മനസ്സിലാവുകയാണ് എന്ത്? സ്വന്തം സാധനങ്ങളൊക്കെ ഒറ്റയ്ക്ക് എടുക്കാൻ തുടങ്ങിയപ്പോൾ കവിക്ക് ഒരു മുഖം ഓർമ്മ വരികയാണ്. കവിക്കോ കാം കാം മെഹത്വ പഹചാൻ ലിയ. കവിക്ക് അപ്പം മനസ്സിലാവുകയാണ് ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണമെന്നും റെസ്പെക്ട് കൊടുക്കണമെന്നും മെഹത്വം കൊടുക്കണമെന്നും മെഹത്വം ഉണ്ടെന്നും കവിക്ക് മനസ്സിലാവുകയാണ്. കവിക്കോ ലഗ്താ ഹൈ കി കൂലി ഭി ഏക് ആദ്മി ഹൈ. അപ്പം മനസ്സിലാക്കുകയാണ് ആര്? കവി കൂലിയും ഒരു മനുഷ്യൻ തന്നെയാണ് എന്ന് കവി ഇവിടെ മനസ്സിലാക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ +2 ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലുള്ള 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവിതകളുടെ ആശയം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ മക്കളെ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.